മാത്രം പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറയൂ, ഓരോരോ ലിസ്റ്റ് ആയിട്ട് പോരട്ടെ, എന്തൊക്കെ കഴിവാണുള്ളത്? ആദ്യം ഞാൻ ഓർണമെന്റ്സ് ചെയ്യാറുണ്ട്, ഓർണമെന്റ്സ് ചെയ്യും, പിന്നെ മാജിക് ചെയ്യും, പിന്നെ ക്രാഫ്റ്റ് വർക്ക്സ്, വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ്. വേസ്റ്റ് മെറ്റീരിയൽ, അതാണ് ഒരു ഹൈലൈറ്റ്. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ കഥ, തിരക്കഥ അങ്ങനെയൊക്കെ എഴുതിയിട്ട് സംവിധാനം ചെയ്തു. അതായത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് കഥ തിരക്കഥയൊക്കെ ചെയ്ത് സംവിധാനം ചെയ്തു, അഭിനയിച്ചു. ഷോർട്ട് ഫിലിംസും ആൽബവും അല്ലെ, ഓൾ ഇൻ വൺ. ആൻഡ് ആൽബത്തിൽ പാട്ടും പാടിയില്ലേ? യെസ്, പാട്ടും പാടി, എഴുതുകയും ചെയ്തു, എല്ലാം ചെയ്തു. ഇതൊക്കെ എല്ലാം ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ലോക്ക്ഡൌണിലാണ് വെറുതെ ഇരുന്ന് മടുത്തപ്പോ ഞാന് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്താണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തത് തന്നെ അല്ലേ, എനിക്ക് ഇങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു സ്വയം തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. പിന്നെ എല്ലാരും സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നോ എവിടെയെങ്കിലും? പാട്ട് കുറച്ച് നാള് പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഇല്ല. അപ്പൊ ഇപ്പൊ 8ലാണ് പഠിക്കുന്നത് ധനലക്ഷ്മി. അപ്പൊ ഇതൊക്കെ ചെയ്തപ്പോ ഉള്ള വയസ്സ് എത്രയായിരുന്നു? ഏത് ക്ലാസ്സിലായിരുന്നു? 11 വയസ്സ്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അനി ഒരു ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധനങ്ങളൊക്കെ അതിനിങ്ങനെ കണക്ട് ചെയ്ത് അതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും ആരുടെ അടുത്തെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അതോ സ്വന്തമായിട്ട് വേണ്ട എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ? അങ്ങനെ തന്നെയാണ്, എനിക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയിപ്പോ കറന്റ്ലി എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ മനസ്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഇനി ക്രാഫ്റ്റില്. അപ്പൊ ഈ ആഭരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതായത് ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് സെയിൽ ചെയ്ത് തുടങ്ങിയോ? ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്. അത് കൊള്ളാം, അടിപൊളി. ഇത് ഉണ്ടാക്കിയതാ. ചോക്കർ ഉണ്ടാക്കും, പിന്നെ സാധാരണ മാല ഉണ്ടാക്കും. അവര് പറയുന്ന മോഡല് ഉണ്ടാക്കി, ആൾക്കാർ പറയുന്ന അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങോട്ട് വന്നപ്പോ കൈയും വീശി വന്നല്ലേ, ഒരു മാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 2 പേർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരട്ടെ? ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പൊ നിരഞ്ജനിക്ക് മാലയില്ല, എനിക്കും മാലയില്ല, കൊണ്ടുവന്നാ നന്നായിരിക്കും. ഓക്കെ. കൊള്ളാലോ സംഭവം. ഡ്രസ്സിന്റെ നിരഞ്ജനയ്ക്ക് ഭംഗിയുണ്ട്. കമ്മൽ സെറ്റ്, നിരഞ്ജനയുടെ കമ്മല് സെറ്റാണ്. ഇത് ചേച്ചിക്ക്, ഇത് എനിക്കാണ്. ഓക്കേ, ഏകദേശം ശരിയാ, ചേരുക. അതെങ്ങനെ മനസ്സിലായി? ജ്ഞാനദൃഷ്ടിയുണ്ടോ ഇതിന്റെ കൂടെ? ഭയങ്കര രസമുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട്. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു സമ്മാനം നമ്മുടെ മിടുക്കി കുട്ടിയുടെ അടുത്ത് കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. ഇനി നമുക്ക് ബാക്കി മാജിക്കിന്റെ വിശേഷങ്ങളാണ് ഇനി എനിക്ക് ചോദിക്കാൻ ഇരിക്കും. അപ്പൊ ധനലക്ഷ്മിയുടെ മാജിക് എന്ന് പറയുന്ന ഒരു കഴിവും കൂടി ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ ഈ മാജിക് പഠിച്ചു തുടങ്ങിയത് അത് എത്ര നാളായി? ആരുടെ അടുത്താ പഠിക്കുന്നത്? മുതുകാട് സാറിന്റെ അടുത്താണ്. അപ്പൊ എന്തായാലും ഈ മാജിക് പഠിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. അതിന്റെ ഒരു ടൈമിങ്ങും ആ ഒരു ഫോക്കസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എപ്പോഴെങ്കിലും എന്താ പറയാ, ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ മാജിക് പഠനം? ചില ഐറ്റം പഠിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രാക്ടീസ് വരും ചിലത്തിന്. അപ്പൊ ഒരു സകല കല വല്ലഭിയാണ് ഇന്ന് നമ്മുടെ ഷോയിൽ വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷം, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രായത്തില്. നമുക്ക് എന്തായാലും അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം, കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. നമസ്കാരം ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര്? സജന. അപ്പൊ ചേച്ചി പറയൂ, അതായത് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ അമ്മയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാവില്ലേ? ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫോൺ നോക്കുന്ന രീതിയാണ് എല്ലാ കുട്ടികളിലും കണ്ടിട്ടുണ്ടായത്. അതെ. പക്ഷെ അതിൽ നിന്നും ഞാനൊരു ഭാഗ്യവതിയാണ്, അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാക്കി എനിക്ക് കാണിച്ചു തരും. ആദ്യം അഭിപ്രായം പറയേണ്ടത് ഞാനാണ്. മോളെ അച്ഛനപ്പൊ ഗൾഫിലായിരുന്നു, വീട്ടിൽ ഞാനും മോളും മാത്രമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടില് അമ്മൂമ്മ അപ്പൂപ്പനുണ്ട്, അവരും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരും ടീച്ചേഴ്സും എല്ലാവരും നല്ല കമന്റ് ഇടും, വാട്സപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ അതൊരു ഇതായി എടുത്തു മോള്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ആൽബം എടുക്കാൻ പോവാണ്, ഞാൻ ഷോർട്ട് ഫിലിം എടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ അപ്പൊ എന്താ പറഞ്ഞു? അയ്യോ അതൊക്കെ നമുക്ക് പറ്റൂ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചില്ല? ഒരിക്കലും ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല, സപ്പോർട്ട് ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ. അതെ. അവള് ഏതെങ്കിലും ഒരു നിലയിൽ എത്തുന്ന അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു. പിന്നെ എനിക്കൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ബ്രെയിൻ ഇൻഫെക്ഷൻ ആയിട്ട് മരിച്ചു. മോള് 4ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു കുട്ടി ജനിച്ചത്. അപ്പൊ ആ കുട്ടിയുടെ ഓർമ്മയിൽ ഡയറി എഴുതാറുണ്ട് മോള്. ഡയറി എഴുതുന്ന കൂട്ടത്തില് ഒരു പാട്ട്
ചെയ്തു. നീ എങ്ങ് പോയി എന്നുള്ള പേരിൽ ഒരു ആൽബം ആ കുട്ടിയുടെ ഓർമ്മയിലാണ് ചെയ്തത്. അത് എഴുതിയതും പാടി അഭിനയിച്ചതും സംഗീതം ചെയ്തതും എല്ലാം മോളായിരുന്നു. മോള് പറഞ്ഞ ട്യൂണിലായിരുന്നു അത് ചെയ്തത്. മനസ്സിലായി. അങ്ങനെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു കോണ്ടന്റ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള് ധനലക്ഷ്മി തന്നെയാണ്. കാരണം വേറെ ആൾക്കാർക്ക് അതിന്റെ ഒരു ആ കുട്ടിയോടുള്ള അറ്റാച്ച്മെന്റ് ആയിരുന്നു. കാരണം വലിയ കുട്ടിയാകുമ്പോ കുറച്ച് അറിയാം. അതെ അതെ. അപ്പൊ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തോണ്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മോളാ ചെയ്തു കൊടുക്കുക. നല്ലൊരു കെയറൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തി. 1 വയസ്സ് 4 മാസം വരെ ഉണ്ടായിരുന്നു. മനസ്സിലായി. അതെ. അപ്പൊ ആ ഒരു ഓർമ്മയില് പാട്ട് ചെയ്തു. അങ്ങനെ നാട്ടിലൊരു കൊച്ചു ആർട്ടിസ്റ്റ് ആയി. കൊച്ചല്ല വലിയ artist ആണ്.